ക്രിസ്തേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. എല്ലാവർക്കും അനുഗ്രഹകരമായൊരു നോമ്പുകാലം ആശംസിക്കുന്നു. മനുഷ്യന്റെ ഗുണപരമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള പോരാട്ടകാലമായ പരിശുദ്ധ വലിയ നോമ്പിലൂടെയാണല്ലോ നാം എല്ലാവരും കടന്നു പോകുന്നത്. നമ്മിലെ മൃഗീയ വാസനകളെല്ലാം ദൈവീയ വാസനകളായി പരിണമിപ്പിക്കുന്ന കാലം. നോമ്പിന്റെ 6 ആഴ്ചകളാകുന്ന 6 കൽഭരണികളിലേക്ക് നമ്മുടെ ഉള്ളത്തെ ഒന്ന് പകർന്നു വയ്ക്കാം. ഈ കാലഘട്ടം ഒരു തീർത്ഥാടന കാലം കൂടിയാണ്. ജീവിതത്തിന്റെ വേഗങ്ങൾക്കും ആവേശങ്ങൾക്കുമിടയിൽ മങ്ങുകയും അണയുകയും ഒക്കെ ചെയ്തു പോയ ദീപനാളങ്ങളെ തെളിച്ചെടുക്കാനുള്ളതാണ് ഈ വലിയ നോമ്പുകാലം. നമ്മുടെ മരണപ്പാച്ചിലുകളിൽ കൈമോശം വന്ന വെളിച്ചത്തിന്റെ വഴികളെ തേടിപ്പോകാനുള്ളതും വെളിച്ചത്തിലേക്കുള്ള പുനരധിവാസത്തിന്റെ നല്ല നാളുമാണ് ഈ വലിയ നോമ്പ്. ഈ നോമ്പുകാലം നമുക്ക് അപരന്റെ നന്മയൊന്ന് നോക്കിക്കണ്ടാലോ. ഒരിക്കൽ ക്ലാസ്സിലെത്തിയ അധ്യാപകൻ മുന്നറിയിപ്പില്ലാതെ പരീക്ഷ നടത്തി. ചോദ്യക്കടലാസ് കൊണ്ട് കുട്ടികൾ അത്ഭുതപ്പെട്ടു. ഒരു ചോദ്യം പോലുമില്ല, വെളുത്ത കടലാസിൽ ഒരു കുത്തു മാത്രം. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന കുട്ടികളോട് ആ അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ ആ പേപ്പറിൽ എന്ത് കാണുന്നുവോ അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു. എല്ലാവരും കടലാസിന്റെ നടുവിലുള്ള ആ ചെറിയ അടയാളത്തെക്കുറിച്ചും അതിന്റെ വലിപ്പം, ഓരോ മൂലയിൽ നിന്നുമുള്ള അകലം എന്നിവയെക്കുറിച്ച് വിശദമായി എഴുതി. ഉത്തരക്കടലാസുകൾ വാങ്ങിയ അധ്യാപകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എല്ലാവരും ആ ചെറിയ ബിന്ദുവിനെക്കുറിച്ച് മാത്രം എഴുതിയതും വെളുത്ത പ്രതലത്തെ തീർത്തും അവഗണിച്ചതും? ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. ഈ നോമ്പുകാലം നമ്മിലേക്കൊന്ന് നോക്കാം. നമ്മുടെ കൂടെ പാർക്കുന്നവരുടെയും നമ്മോട് സഹവർത്തിത്വമുള്ളവരുടെയും നന്മകൾ നാം കാണാറുണ്ടോ? അപരന്റെ കറുത്ത അടയാളങ്ങളുടെ വിശദീകരണവും ആഘോഷവുമാണ് പലരുടെയും ജീവിതം. ശരികളുടെ ലോകത്ത് മാത്രം ജീവിക്കുമ്പോഴും ഒരൊറ്റ തെറ്റിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും ചുറ്റിലും. എന്തുകൊണ്ടാണ് പിഴവുകൾ മാത്രം കണ്ണിൽപ്പെടുന്നത്? അന്യന്റെ പോരായ്മകളെ അവരുടെ തിരിച്ചറിയൽ രേഖകളാക്കി ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ദോഷൈകതൃക്കളിടയിൽ വിശുദ്ധന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാനാകില്ല എന്നതാണ്. ഒരു ദിവസം ഓരോരുത്തരും അപരനെക്കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യൂ എന്ന് ശഠിച്ചാൽ ആ ദിവസം ആ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഊർജവും ഉന്മേഷവും എത്രമാത്രമായിരിക്കും. ഈ നോമ്പുകാലം നന്മ കാണുന്നത് നമുക്ക് ശീലമാക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 24-ാം വാക്യം, ഓരോരുത്തൻ സ്വന്തം നന്മയല്ല മറ്റുള്ളവന്റെ നന്മ അന്വേഷിക്കട്ടെ എന്ന്. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.